നമസ്കാരം. ഹണി റോസിൻ്റെ പരാതിയിൽ കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖനായ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതായിരുന്നു ഹണി റോസിൻ്റെ പരാതി. മാത്രമല്ല, തനിക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളുടെ പേരിൽ മറ്റൊരു പരാതിയും ഹണി റോസ് നൽകിയിരുന്നു. ഇതിൽ രണ്ടാമത് പറഞ്ഞ പരാതിയാണ് ആദ്യം ഹണി റോസ് നൽകിയത്. ആദ്യം ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ വലിയ രീതിയിൽ നാണം കെടുത്തുകയാണ്, തനിക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പറച്ചിലുകൾ നടത്തുന്നു, പ്രസ്താവനകൾ നടത്തുന്നു എന്നൊക്കെ അവർ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. പേര് പറഞ്ഞില്ല എങ്കിൽ ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതാരാണ് എന്ന് വ്യക്തമാണ്. അത് ബോബി ചെമ്മണ്ണൂരാണ് എന്ന് നമ്മൾ കണ്ടതാണ്, കേരളം കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിട്ടിരുന്നു. മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ടിരുന്നു. അതിനെതിരെയാണ് അവർ ആദ്യം പരാതി നൽകിയത്. പിന്നീട് ബോബി ചെമ്മണ്ണൂറിനെതിരെയും നടി പരാതി നൽകുകയായിരുന്നു. ഈ പരാതി സ്വീകരിച്ചുകൊണ്ടാണ്, അതായത് പരാതി ലഭിച്ച 2 മണിക്കൂറിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഈ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസെടുത്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അറസ്റ്റ് അനിവാര്യമായിരുന്നു. പക്ഷേ കേരളം പ്രതീക്ഷിച്ചത് ഈ ബോബി ചെമ്മണ്ണൂർ ഒരു ഇതിലേക്ക് പോകും, അതായത് മുൻകൂർ ജാമ്യത്തിലേക്ക് പോകും. അതിനുശേഷം മുൻകൂർ ജാമ്യത്തിൽ കോടതി എന്തു പറയുന്നു എന്ന് കേൾക്കാനായി കേരള പോലീസ് കാത്തിരിക്കും. അതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്നൊക്കെയാണ്, കോടതി ഇടപെടലിന് ശേഷം അറസ്റ്റ് ഉണ്ടായേക്കാം എന്നൊക്കെയാണ് കേരളം വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. നേരെ അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ റിസോർട്ടും സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലെ 1000 ഏക്കർ എന്ന സ്ഥലത്ത് അവിടെ അദ്ദേഹം ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നു. അതിനുശേഷം എറണാകുളത്ത് നിന്നും സെൻട്രൽ പോലീസ് വയനാട്ടിലെത്തുന്നു. വയനാട് പോലീസിൻ്റെ ഒരു സ്ക്വാഡും കൂടി ചേർന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ പറയുന്ന റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനിരുന്ന അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ചു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു ഷോറൂമിൻ്റെ ഉദ്ഘാടനമുണ്ട്. ആ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹവും പങ്കെടുക്കേണ്ടതായിരുന്നു. അവിടേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് അറസ്റ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം അവിടെ നിന്നും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ പതിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ മേപ്പാടിയിലുള്ള AR ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും എറണാകുളത്തേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു ഓപ്പറേഷനിലൂടെ തന്നെ, അതായത് ഒട്ടും സമയം നൽകാതെ, പ്രതി ഒരു വ്യവസായ പ്രമുഖനാണ്, പണത്തിൻ്റെ സ്വാധീനമുള്ളയാളാണ് എന്നതൊന്നും നോക്കാതെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മുൻഗണന വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ സമയം നൽകാതെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നേരത്തെയും വേണമായിരുന്നു എന്ന അഭിപ്രായം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പോലീസ് ഇത്തവണ ആ തെറ്റ് ആവർത്തിച്ചില്ല. കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് പോയി. മുൻകൂർ ജാമ്യം പരിഗണിച്ചുകൊണ്ട് കോടതി എന്തു പറയുന്നു എന്നതുവരെ കാത്തു നിൽക്കാനൊന്നും പോലീസ് തയ്യാറായില്ല. ഉടനടി നടപടി സ്വീകരിച്ചു. എന്തായാലും ഉടൻ തന്നെ ഇന്നോ നാളെയോ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഒരുപക്ഷെ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.